വുമൻ സെൽഫ് ഡിഫെൻസ് ടീം നമുക്ക് ആക്ച്വലി ജനമൈത്രി സുരക്ഷാ പദ്ധതിയിൽ വന്നതാണ്. അപ്പോൾ 2014 നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ആദ്യം ഇത് ഫെം പെട്രോൾ എന്ന് പറഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. പിന്നീട് ജനമൈത്രി സുരക്ഷാ പദ്ധതിയിൽ ഇത് സ്റ്റേറ്റ് ലെവലിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തു. 2016-17 ആ സമയത്ത് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പം നോക്കിയാൽ എല്ലാ ജില്ലയിലും നമുക്ക് വുമൻ സെൽഫ് ഡിഫെൻസ് ടീമിൻ്റെ ട്രെയിനേഴ്സ് ഉണ്ട്. അവർ ഓൾമോസ്റ്റ് 6 ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും ഈ പദ്ധതിയിൽ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്പ് നടത്തി റിഫ്രഷർ കോഴ്സ് നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾ പറഞ്ഞ സെയിം പോയിന്റാണ്. ബേസിക്കലി സ്കൂൾസും നമ്മുടെ വുമൻ സെൽഫ് ഡിഫെൻസ് ടീം ജനമൈത്രി സുരക്ഷയുടെ സെൽഫ് ഡിഫെൻസ് ടീമുമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ SPC ഉള്ള സ്കൂളുകളിൽ SPC കുട്ടികൾക്കും ഇവരെ കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും, അപ്പോൾ എല്ലാ ജില്ലയിലും 10 ട്രെയിനേഴ്സ് വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത്. അപ്പോൾ ഈ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിത് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റും സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റും ഒന്നിച്ച് ഒരു പ്രോജക്റ്റ് നമ്മൾ ഇപ്പോൾ പ്രപ്പോസൽ സ്റ്റേജിലാണ്. ഇത് വളരെ ക്വിക്കായിട്ട് നമ്മൾ നടപ്പിലാക്കും. അപ്പോൾ ഈ എല്ലാ സ്കൂളുകളിലും മാൻഡേറ്ററി ആയിട്ട് ഈ SPC കുട്ടികളെ കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പ്രാക്ടിക്കൽ സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും ഇവർക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് കൊടുക്കത്തക്ക രീതിയിൽ. പ്രാക്ടിക്കൽ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് സിലബസിൽ പറയുന്നത് ക്രാവ് മാഗ ആണ്. ഒരു സ്ട്രീറ്റ് ഫൈറ്റ് പോലത്തെ ഒരു കോമ്പാറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ കരാട്ടെ പറയുമ്പോൾ കൂടുതൽ നമ്മൾ കട്ടാസിലേക്കും അതിൻ്റെ ബേസിക് ടെക്നിക്സിൻ്റെ കാര്യങ്ങളിലേക്കും. അപ്പോൾ അതും ഇതും മിക്സ്ഡ് ആണ്. ബട്ട് ക്രാവ് മാഗ ആണ്. ക്രാവ് മാഗയിൽ കൂടുതൽ ഇപ്പോൾ ഒരു ബാഗ് സ്നാച്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻ വന്നെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, ഒരാൾ കത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ പ്രാക്ടിക്കൽ സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ്. അപ്പോൾ ബേസിക് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, അഡ്വാൻസ് സ്റ്റേജിന് 3 സ്റ്റേജസിലുള്ള സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്ത ശേഷം ഈ സ്കൂളുകളിൽ ഇത് വ്യാപകമായിട്ട് നമുക്ക് SPC കാഡറ്റ്സിലൂടെ കുട്ടികൾക്ക് ഈ ഒരു ട്രെയിനിങ് കൊടുക്കണം പറഞ്ഞ ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്.